ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എജുമി. പ്രിയപ്പെട്ടവരെ, ഹ്യൂമനിസം ആൻഡ് ലോജിക്കിൻ്റെ 5 മാർക്ക് അല്ലെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ സെക്ഷൻ സിയിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യാണ്. ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 1-2 ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ട 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതിൽ ഹ്യൂമനിസം എന്ന് പറയുന്നതിൽ ധമ്മപദം എന്ന് പറയുന്നതിൽ പിന്നെന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ പുസ്തകം ടോപ്പിക് ഡിസ്കസ് ചെയ്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ഇതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. ഓക്കെ, ധമ്മപദം എന്ന് പറയുന്നത് ബുദ്ധമതത്തിലെ ഒരു പ്രധാനപ്പെട്ട ധമ്മപദ എന്ന് പറയുന്നത് ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ്, ഒരു മേജർ ആയിട്ടുള്ള പുസ്തകമാണ് അല്ലെ. എന്താന്ന് ചോദിക്കും, വാട്ട് ഈസ് ദാറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ധമ്മപദ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, ഇത് പരമ്പരാഗത ആചാരങ്ങളെക്കാൾ മനുഷ്യന്മാർക്കാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. എംഫസൈസ് ഹ്യൂമൻ വാല്യൂസ് ഓവർ റിച്വൽസ് ഓർ ഡോഗംസ് ഹൈലൈറ്റിംഗ് എവറിഡേ കോണ്ടക്ട്. കണ്ടോ, മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സംഗതിയാണ് അല്ലേ. അതുപോലെ തന്നെ കമ്പാഷൻ ഉണ്ട്, ലവ് ഉണ്ട് അല്ലെ, നോൺ വയലൻസ് ഉണ്ട്, ഇതിൽ പറയുന്നത് കരുണയുണ്ട്, സ്നേഹം, അഹിംസ അല്ലെ. മനുഷ്യജീവിതത്തിലെ കേന്ദ്ര മൂല്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ധമ്മപദം ബുദ്ധമതത്തിന് ടെക്സ്റ്റായിട്ട് അവതരിപ്പിക്കുന്നത്. മനുഷ്യന് മാത്രമല്ല അല്ലെ, എല്ലാ ജീവജാലങ്ങളോടും ബഹുമാനം പുലർത്തണമെന്ന് അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം അല്ലെ. ജാഗ്രത മൈൻഡ്ഫുൾനെസ് ഉണ്ടാവുക, എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആവുക അല്ലെ. അന്തർമാറ്റം, മോക്ഷത്തിനായി വഴി കാണുന്നു അല്ലെ. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, തെറ്റുകൾ ചെയ്യാതെ ജാഗ്രതയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്മയിലേക്ക്, മോക്ഷത്തിലേക്ക് വഴി നടത്തും എന്ന് പറയുന്നുണ്ട്. ജന്മം, ജാതി, മതം എന്നിവയേക്കാൾ ധാർമ്മികമായ ജീവിതമാണ് മനുഷ്യന്റെ മഹത്വം. അഥവാ ഇത് പറയുന്നത് ബ്രാഹ്മണനായി ജനിക്കുന്നോ അല്ലെങ്കിൽ ക്ഷത്രിയനായി ജനിക്കുന്നോ എന്നതിലല്ല, അല്ലെങ്കിൽ ശൂദ്രനായി ജനിക്കുന്നതിലോ അല്ല. മനുഷ്യന്റെ ജന്മത്തിലല്ല മോക്ഷമുള്ളത്, മനുഷ്യന്റെ പ്രവർത്തനത്തിലാണ്. നല്ല പ്രവർത്തനം ചെയ്താൽ, സൽപ്രവർത്തി ചെയ്താൽ അവനെന്ത് മറ്റൊരു ലോകത്ത് നല്ലൊരു കാര്യം കിട്ടുമെന്ന രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി സമത്വം വേണം. കണ്ടോ, ഈക്വാലിറ്റിയും സൗഹൃദവും പ്രോത്സാഹിപ്പിക്കുന്നു. ജാതി മതത്തിന്റെ അപ്പുറത്തേക്ക് ഈക്വാലിറ്റിയും സൗഹൃദവും പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യൻ സ്വകാര്യ പരിശ്രമം, ധാർമ്മികത, ഉത്തരവാദിത്തം എന്നിവയെ ആശ്രയിച്ച് ജീവിതം ഉയർത്തണമെന്ന് പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് ധർമ്മപദ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഹിംസ എന്ന് പറയുന്ന നയം എന്തിനാണ്, മനുഷ്യകുലത്തിന്റെ സാർവകാലിക അഥവാ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന് ഉപകാരമുള്ള സാധനമാണ് അഹിംസ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെയും ആക്രമിക്കാതിരിക്കുക, നോൺ വയലൻസ്, ആരെയും ആക്രമിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പോൾ അഹിംസ എന്ന് പറയുന്ന വലിയൊരു മൂല്യത്തെ, ആശയത്തെ ഉയർത്തിപ്പിടിച്ചുള്ള ധമ്മപദ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് യു ക്യാൻ റൈറ്റ് ഇൻ ദ എക്സാമിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തേതാണ് കൺസെപ്റ്റ് ഓഫ് അഗാപ്പെ അല്ലെ. അഗാപ്പെ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ പലതവണ പറഞ്ഞു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. 5 മാർക്കിന് ചോദിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അഗാപ്പ ഈസ് എ ഗ്രീക്ക് ടേം മീനിങ് അൺകണ്ടീഷണൽ സെൽഫ്ലെസ് ലവ്. കണ്ടോ, അൺകണ്ടീഷൻ ആയിട്ടുള്ള മറ്റൊരാളോട് എന്ത് ചെയ്യുക, അയാളുടെ ഭാഗത്ത് ഒന്നും തിരിച്ചു വേണ്ട എന്ന രീതിയിൽ അയാൾ അൺകണ്ടീഷണലായിട്ട്, നമ്മുടെ പേരൻസ് ഒക്കെ നമ്മളെ സ്നേഹിക്കുന്ന പോലെ അവർക്ക് നമ്മൾ തിരിച്ചൊന്നും കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല അവർ സ്നേഹിക്കുന്നത്. അവരെന്ത് ചെയ്യാണ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ്. അൺലൈക്ക് റൊമാൻറ്റിക് ഓർ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ലവ്, ഇറ്റ് എക്സ്പെക്ട്സ് നത്തിങ് ഇൻ റിട്ടേൺ. കണ്ടോ, ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അല്ലെ. സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളെന്താ, ഹസ്ബൻഡിൽ നിന്ന് അല്ലെങ്കിൽ കാമുകിൽ നിന്ന് വി ആർ എക്സ്പെക്ടിങ് സംതിങ്. നമ്മൾ കെയർ വേണം, ലവ് വേണം, എഫെക്ഷൻ വേണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കെയറും ലവും എഫെക്ഷനോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഒന്നുമില്ലാതെ തിരിച്ചു സ്നേഹിക്കുന്നതിന് അല്ലെങ്കിൽ സ്നേഹം നൽകുന്നതിനാണ് അഗാപ്പെ എന്ന കൺസെപ്റ്റ് പറയുന്നത്. ക്രിസ്ത്യൻ ഐഡിയോളജിയിൽ അഗാപ്പെ ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള അനന്തമായ സ്നേഹമാണ്. ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലൊക്കെ, എല്ലാ മതത്തിലും, ഹിന്ദു മതത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടാണ് വെക്കുന്നത് അല്ലേ. ദൈവത്തിന് മനുഷ്യന്മാരോട്, നമ്മളോട് സ്നേഹമുണ്ട് എന്നൊരു കാഴ്ചപ്പാട്. അപ്പോൾ ക്രിസ്ത്യ മതത്തിൽ നിന്നാണ്, ഗ്രീക്കിൽ നിന്നായതുകൊണ്ട് ക്രിസ്തു മതവുമായി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അഗാപ്പെ എന്ന കൺസെപ്റ്റ് ഇത് തന്നെയാണ് മനുഷ്യൻ മറ്റൊരാളെ സ്നേഹിക്കേണ്ടതിന് മാതൃകയായിട്ട് ഉയർത്തി കാണിക്കുന്നത് അല്ലേ. നമ്മൾ മറ്റൊരാളെ, അയൽവാസിയെ, നമ്മുടെ കൊളീഗ്സിനെ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന, കൂടെ പഠിക്കുന്നവരെ, കൂടെ വർക്ക് ചെയ്യുന്നവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് മിഠായി കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് എന്ത് നൽകുന്നുണ്ടെങ്കിലും ഇറ്റ് ഷുഡ് ബി അഗാപ്പെ അല്ലേ. അൺകണ്ടീഷണൽ ആയിരിക്കണം. തിരിച്ച് പൈസ കിട്ടുന്നതിൻ്റെ ബേസിലായിരിക്കരുത്. തിരിച്ച് സ്നേഹം കാണിക്കണമെന്ന വാശി പിടിക്കരുത്. ഇങ്ങനെ ആവണം നമ്മുടെ സ്നേഹം. അതാണ് അഗാപ്പെ എന്ന കൺസെപ്റ്റ് പറയുന്നത്. ക്ഷമ അല്ലെ, പേഷ്യൻസ് അല്ലെ, ദയ,
ദയ, കാരുണ്യം, ഈ മൂല്യങ്ങളൊക്കെ പ്രതിഫലനമാണ് അഗാപ്പെ അല്ലെ. ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഗാപ്പെ മോഡലാവാൻ പറ്റുള്ളൂ അല്ലെ. മറ്റൊരാൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ വെറും സ്നേഹമല്ല, അതിൽ ചിലപ്പോൾ പൈസ കൊടുക്കുന്നതാവാം, ചിലപ്പോൾ അവരെ കെയർ ചെയ്യുന്നതാവാം, ചിലപ്പോൾ അവരോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നതാവാം, ഒക്കെ അഗാപ്പയുടെ ഭാഗമാണ്. വ്യക്തിപരമായി ആഗ്രഹങ്ങൾക്ക് അതീതമായി സാർവത്രികമായി എല്ലാവർക്കും ഉപകാരമുള്ള നന്മയാണ് അഗാപ്പ വെക്കുന്നത് അല്ലെ. വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിൽ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ സമൂഹത്തിന് നന്മയുണ്ടാവും. അത്തരത്തിലുള്ള ജാതി, മതം, വർഗം എന്നിവയെ മറികടന്ന് മനുഷ്യരാശിയുടെ ഉറപ്പ് അല്ലെ, ഐക്യം, യൂണിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്, അതാണ് അഗാപ്പെ എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. സർവോന്നത മനുഷ്യവാദത്തിൻ്റെ രൂപമായിട്ടാണ് അഗാപ്പെ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വെക്കുന്നത്. ദരിദ്രരെ സഹായിക്കുക, ദുർബലരെ സംരക്ഷിക്കുക, പീഡിതരെ സംരക്ഷിക്കുക, ഇതൊക്കെ അഗാപ്പയിൽ നിന്ന്, അഥവാ അവരൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത് എന്തിനാണ്? നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് ഒന്നും തിരിച്ചു തരാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ എന്താണ്? അഗാപ്പയാണ്. അൺകണ്ടീഷണൽ ലവ് ആണ് അല്ലെ. ഒടുവിൽ അഗാപ്പെ നിയമങ്ങളില്ലാത്ത സ്നേഹത്തിലൂടെ മനുഷ്യൻ ഒന്നാകുന്ന സൗഹൃദത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കേട്ടോ, ഓരോ പോയിന്റും കൃത്യമായിട്ട് എന്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. യു ക്യാൻ യൂസ് ദിസ്. കേട്ടോ, നന്നായിട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എക്സാം നല്ല മാർക്കുകൾ വാങ്ങുക. യെസ്, ഇനി ടീച്ചിങ് ആണ് അല്ലേ. അനുകമ്പ ദശകം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ടീച്ചിങ്ങിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അനുകമ്പ ദശകം ഭാരതീയ മഹത്തായ ചിന്തകരും അല്ലെ ശ്രീനാരായണ ഗുരു, കേരളത്തിൽ അറിയപ്പെട്ട, ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട പ്രശസ്തനായിട്ടുണ്ടായിരുന്ന ശ്രീനാരായണ ഗുരു, നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അല്ലെ. അപ്പം അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ എന്താണ്? അനുകമ്പ ദശകം എന്നതിൽ പറയും. ഇതിൽ അദ്ദേഹം അനുകമ്പ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കരുണ അല്ലേ. കരുണ, കമ്പാഷൻ അല്ലെങ്കിൽ കരുണ, അതിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്ത് അത് വ്യക്തമായും മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ബേസായിട്ട് അദ്ദേഹം ഉയർത്തി കാണിക്കുക. മറ്റു ജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടാവണം എന്ന രീതിയിൽ കാണിക്കുന്നു. ജാതിയോ മതമോ നോക്കാതെ മനുഷ്യരുടെ പൊതുമൂല്യമായി കരുണയെ അദ്ദേഹം എന്ത് ചെയ്യാണ്? അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ് അദ്ദേഹം അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ദയ, സഹാനുഭൂതി, സമത്വം, നീതി, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ മാർഗചിഹ്നങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ജാതി വ്യവസ്ഥ അല്ലെ, അന്ത്യജാതി വിരുദ്ധ നിലപാട്, വൈരാഗ്യം എന്നിവ ശക്തമായിട്ട് തള്ളിക്കളയാണ്. പരസ്പരം എന്ത് ചെയ്യരുത്? ജാതി വ്യവസ്ഥയോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് അല്ലെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ജാതി വ്യവസ്ഥയും ജാതിയുടെ എതിർപ്പിനെയൊക്കെ അദ്ദേഹം ഉയർത്തി കാണിക്കുകയാണ്. അതുപോലെ തന്നെ സാമൂഹ്യ സമത്വം, സമരസം അല്ലെ, സാഹോദര്യ എന്താ പറയുക ബന്ധം, ഇതൊക്കെ സാമൂഹ്യ ലക്ഷ്യമായിട്ട് അദ്ദേഹം ഉയർത്തി കാണുക. ഒരു സമൂഹത്തിൽ ലക്ഷ്യം എന്തായിരിക്കണം? പരസ്പര സാഹോദര്യം ഉണ്ടാവണം. അടികൂടരുത്, മതങ്ങൾ പറഞ്ഞ് അടികൂടരുത്, അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ പറഞ്ഞ് അടിയും കലാപവും സമൂഹത്തിൽ ഉണ്ടാക്കരുത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. സർവ്വജന സ്നേഹം, കണ്ടോ, സർവ്വജന സ്നേഹം, എല്ലാവരോടും സ്നേഹം, ബഹുമാനം, സമാധാനം, അതിനൊക്കെ മനുഷ്യനെ പ്രചോദിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ഗൗരവവും മാനവാവകാശങ്ങളും നിർത്തി സാമൂഹിക മാറ്റത്തിനായുള്ള സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ മാനുഷ്യത്വം അല്ലെങ്കിൽ എന്താണ് കരുണ എന്നതിലൂടെ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് അദ്ദേഹം അൾട്ടിമേറ്റ്ലി എന്ത് പറയുന്നത്? കരുണയിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉപദേശത്തിലൂടെ അല്ലെ, അനുകമ്പ ദശകത്തിലൂടെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പോയിന്റുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു എസ്സേ ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഇതിൽ നിങ്ങൾക്കറിയാവുന്ന പോയിന്റ് ആഡ് ചെയ്തിട്ട് ഇതിൽ കറണ്ട് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾ ലോഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക? നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക, ഈ ചാനൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. സീ യു ഓൾ. ബൈ.